ഈ ലോകത്ത് ഏലിയൻസ് ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്കായിട്ടൊരു കാര്യം പറയട്ടെ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ലൈറ്റ് ഇയേഴ്സ് ദൂരെ നിന്ന് കുറച്ച് ഏലിയൻസ് യാത്രയാവുകയാണ്. കുറേ പ്ലാനറ്റ്സിൽ നിന്ന് റിസോഴ്സുകൾ യൂസ് ചെയ്യുന്ന ഇവർ ഏറ്റവും നല്ലൊരു കണ്ടക്ടർ മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് അന്ന് യാത്രയാവുന്നത്. യാത്ര ചെയ്ത് ദൂരെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ബ്ലൂ പ്ലാനറ്റ് അവർ കണ്ടെത്തി. അവിടെ വന്ന് മൈൻ ചെയ്തപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു കണ്ടക്ടർ മെറ്റീരിയൽ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോഴും പല പ്രോസസ്സേഴ്സിലും സർക്യൂട്ടുകളിലും ഏറ്റവും നല്ല കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഗോൾഡ് ആയിരുന്നു അത്. അന്നത്തെ അവരുടെ ടെക്നോളജി യൂസ് ചെയ്ത് ഇവിടുന്ന് ഗോൾഡ് എല്ലാം മൈൻ ചെയ്ത് അവരവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി വന്നത് ഇവിടെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറേ ജീവികളെയായിരുന്നു. അന്ന് ഭൂമിയിലെ ജീവനോട് ഉണ്ടായിരുന്ന ജീവികളെയൊക്കെ അവർ പരീക്ഷിച്ചപ്പോൾ എല്ലാം ഇന്റലക്ച്വലി ഇത്തിരി ലോ ആയിരുന്നു. ഈ ബുദ്ധിയുള്ള ജീവികളെ കൊണ്ടേ പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞ അവർ മണ്ണിൽ ജീവിക്കുന്നതും വെള്ളത്തിൽ ജീവിക്കുന്നതുമായുള്ള പല ജീവികളുടെ DNAസും അവരുടെ DNA കൂടെ മിക്സ് ചെയ്ത് പല ക്രീച്ചേഴ്സിനെ അവർ ക്രിയേറ്റ് ചെയ്തു. മനുഷ്യനോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ഇവർ അവരുടെ DNA ഇവിടുത്തെ ജീവികളുടെ DNA കൂടെ മിക്സ് ചെയ്തപ്പോൾ പല പല മാജിക്കൽ ക്രീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. എന്നാൽ അതിൽ പലതും തന്നെ കാലഘട്ടം നീങ്ങുന്തോറും ചത്തൊടുങ്ങുന്ന അവർക്ക് തന്നെ അറിയായിരുന്നു. അതിലൊരെണ്ണം മാത്രം സ്റ്റേബിളായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഇവല്യൂഷൻ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി. അത് മങ്കീസിൻ്റെ DNAയും അവരുടെ DNA കൂടെ മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ജീവികളായിരുന്നു. അവർ യാത്ര പുറപ്പെട്ടു. ഇവിടുന്ന് കിട്ടിയ മെറ്റീരിയൽസ് എല്ലാം അവരുടെ പ്ലാനറ്റിൽ കൊണ്ടുവച്ച് വേഗം തന്നെ തിരിച്ചു വന്നു. ഇവർ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഭൂമിയിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം 10,000-കണക്കിന് വർഷങ്ങൾ നീങ്ങുകയും ചെയ്തു. കാലഘട്ടം നീങ്ങുന്നതിനനുസരിച്ച് ഈ ക്രീച്ചേഴ്സ് ഇവോൾവ് ആവുകയും ഇപ്പോൾ നമ്മൾ അറിയുന്ന ഹോമോസാപ്പിയൻസ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. എന്നാൽ അന്നുണ്ടായിരുന്ന കുറേ മാജിക്കൽ ക്രീച്ചേഴ്സ് ഇതെല്ലാം വംശനാശം വരികയും ചെയ്തു. തിരിച്ചെത്തിയ ഏലിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്ത ഈ ക്രീച്ചേഴ്സിനെ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്തു. ഒരുപാട് ടെക്നോളജീസും കുറേ ടെക്നിക്സും അവർ പഠിപ്പിച്ചു കൊടുത്തു. വന്നിറങ്ങിയ സൂപ്പർ ബീയിങ്സിനെ ഇവർ ദൈവമായിട്ട് കണ്ടു, ഇവരുടെ ക്രിയേറ്റേഴ്സായിട്ട് കണ്ടു. മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ പല മിത്തുകളിലും പല റിലീജിയനിലും ഇവരെ പല പേരിൽ അറിയപ്പെട്ടു. അവർക്ക് വേണ്ടി ഇവർ പണിയെടുത്തു തുടങ്ങി. ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് വേണ്ടി എത്തിച്ചു തുടങ്ങി. ഇവർക്ക് വേണ്ടി പല ബിൽഡിങ്ങും കെട്ടിക്കൊടുത്തു. അതേപോലെ തന്നെ ഗോൾഡ് മൈൻ ചെയ്ത് ഇവർക്ക് വേണ്ടി കാണിക്ക വയ്ക്കുകയും ചെയ്തു. ഈ കാണിക്കയായി ലഭിച്ച ഗോൾഡും അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നേടിയ എല്ലാ മെറ്റീരിയൽസും എടുത്ത് ഏലിയൻസ് പിന്നെയും യാത്രയായി. വേഗം തന്നെ എത്തിച്ച് തിരിച്ചു വരാനായിട്ട് തന്നെ. ആദ്യം സംഭവിച്ചതുപോലെ തന്നെ പിന്നെയും 10,000-കണക്കിന് വർഷങ്ങൾ മുന്നോട്ട് പോയി. ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ പിന്നെയും ബുദ്ധി വെച്ച് തുടങ്ങി. മനുഷ്യൻ്റേതല്ലാത്ത ഭൂമിയുടേതല്ലാത്ത രീതിയിലുള്ള സ്പീഡിലുള്ള ഒരു ഇവല്യൂഷൻ. അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ ഒരുപാട് മാറ്റങ്ങൾ ഈ ഭൂമിയിൽ വരുത്തി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ ഒപ്പം തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു ഏലിയൻ സംഭാവനയാണ് ഇത് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ തന്നെ ഇവിടുന്ന് കളക്ട് ചെയ്ത വസ്തുക്കളൊക്കെ എത്തിച്ച് തിരിച്ചു വരുന്ന ഏലിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതൊരു കഥയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു?